പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ തോൽവിയിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ ഇൻവോൾവ്മെന്റ് എന്നാണ്. ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ ശിവരാജനും. അവര് C കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാനായിട്ട് പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു. അവരുമായിട്ട് അനുകൂല സമീപനമുള്ള ചില കൗൺസിലർമാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറായി എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ റിപ്പോർട്ട് ഗൗതം കണ്ടിട്ടുണ്ടോ? ഒരു മാധ്യമ പ്രവർത്തനല്ലേ? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. നമ്മളിത് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഞാനൊരു കാര്യം ചെയ്യട്ടെ. സാധാരണ ഓരോ പാർട്ടികളിലെയും റിപ്പോർട്ടുകൾ കേന്ദ്രത്തിൽ അയക്കുന്നതായാലും കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളിൽ അയക്കുന്നതായാലും ഒക്കെ അവരുടെ കോൺഫിഡൻഷ്യൽ സംഭവങ്ങളാണ്. ഒരു പാർട്ടിയിലും അത് പുറത്ത് വിടാറില്ല. ഇനി അതിൻ്റെ അകത്ത് ഏതെങ്കിലും പിന്നെ ഈ പുഴുക്കുത്തുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം പാർട്ടിക്കകത്ത് തന്നെ അറിയാം ഇന്നവർ മാധ്യമ പ്രവർത്തകരുമായി അടുപ്പം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ രഹസ്യമായി വയ്ക്കണമെന്ന് പാർട്ടിക്കകത്ത് തന്നെ അറിയാം. BJP-യിൽ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് ചില വാർത്തകൾ ചില കാര്യങ്ങളൊക്കെ ചോർത്തി നൽകുന്ന ചില പുഴുക്കുത്തുകളുണ്ട്. അപ്പോൾ പിന്നെ BJP-യിൽ എന്നല്ല എല്ലാ പാർട്ടിയിലും ഉണ്ട്. BJP-യിൽ അത് കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളതാണ്. അതാണ് അവിടെ ഇവിടെയും കിട്ടുന്ന പൊടിപ്പും തൊങ്ങലും വെച്ച കാര്യങ്ങളൊക്കെ സുരേന്ദ്രൻ പോലും രാജിവെക്കുന്ന കാര്യം സുരേന്ദ്രൻ അറിയാതെ തന്നെ ഒരു പ്രമുഖ ചാനൽ അറിഞ്ഞു. അപ്പോൾ സുരേന്ദ്രനെ തീരുമാനിച്ചിട്ട് സുരേന്ദ്രൻ മനസ്സിൽ പോലും സുരേന്ദ്രനെ പോലുള്ള ഒരാൾ അധ്യക്ഷ സ്ഥാനം ഒഴിയില്ല. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും അദ്ദേഹം പോലും അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ രാജിവെക്കുന്നു എന്നുള്ള ഇതിപ്പോൾ മറ്റേ കേന്ദ്രത്തിലിരിക്കുന്ന അമിത്ഷായും JP നദ്ദയും ഒക്കെ ഇവിടുത്തെ മാധ്യമങ്ങളെ വിളിച്ചിട്ട് റിപ്പോർട്ട് കിട്ടി. ഇപ്പോൾ സംസ്ഥാനത്തു നിന്ന് റിപ്പോർട്ട് വന്നു, നിങ്ങൾക്കാർക്കും കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്കത് കിട്ടി, ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് BJP-യെ തോൽപ്പിച്ചത്, കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചത്. അതുമാത്രമല്ല ശിവരാജനും കൂടി ചേർന്നുകൊണ്ട് ശിവരാജൻ്റെ പരസ്യ പ്രസ്താവനകളാണ് ഞങ്ങൾക്ക് BJP-ക്കാരെ തോൽപ്പിക്കാനുള്ള കാരണം. എന്നാൽ പിന്നെ ചേലക്കരയിൽ പിന്നെ രമ്യ ഹരിദാസ് തോറ്റതിൻ്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് അയച്ചില്ല. ആ റിപ്പോർട്ട് എവിടെയാ? ഇതിൻ്റെ കൂടെ അതും പറയണമല്ലോ. അവിടെയും തോറ്റതല്ലേ? ആ റിപ്പോർട്ട് എവിടെയാ? വയനാടും BJP-യും തോറ്റു, പിന്നെ LDF-ഉം തോറ്റു. അതും അയക്കണമല്ലോ, അതിൻ്റെ റിപ്പോർട്ടും. അതെവിടെയാ? പാലക്കാട് എന്ന് പറയുന്നത് BJP ഏറ്റവും കൂടുതൽ വിജയസാധ്യത പ്രതീക്ഷിച്ചൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ അവരുടെ തോൽവി അവർ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടാവും. പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിക്കലൊക്കെ ഉണ്ടായിട്ട്. നേരത്തെ തന്നെ നമുക്കറിയാലോ, ശോഭാ സുരേന്ദ്രൻ ഇഷ്ടമില്ലാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു. C കൃഷ്ണകുമാർ എന്ന് പല നേതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പല അണികളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കണ്ടതാണ്. അതോടൊപ്പം തന്നെ C കൃഷ്ണകുമാർ വരുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യത്തെ ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അവരെ ഒരുപാട് ആളുകൾ ഈ പ്രവർത്തിക്കുന്ന നിരവധി സംഘപരിവാർ പ്രവർത്തകർ പോലും ശോഭാ സുരേന്ദ്രൻ അവിടുത്തെ സ്ഥാനാർത്ഥിയാവുമെന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് സുരേന്ദ്രന് നോമിനിയായ സുരേന്ദ്രൻ്റെ സന്തത സഹചാരി എന്നൊക്കെ വിളിക്കപ്പെടുന്ന C കൃഷ്ണകുമാറിനെ അവിടെ നിർത്തുന്നത് പാലക്കാട്. അത് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ളൊരു അവമതിപ്പിന് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഇവർ കൃത്യമായിട്ട് പറയുന്നത് ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ശിവരാജനും, ദേശീയ കൺവീനിയർ അംഗമോ അങ്ങനെ എന്തോ ആയിരുന്നു ശിവരാജൻ. അപ്പം ഇതാണ് പറയുന്നത്. ഇത് നമുക്ക് തീർത്തും തെറ്റാണ്, ഇതൊരു റിപ്പോർട്ട് മാധ്യമപ്രവർത്തകർ ചോർത്തിയെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യാജമാണ്. നമ്മൾ എത്ര വർഷം കൊണ്ട് മാധ്യമ രംഗത്ത് നിൽക്കുന്നതാ? ഇത് വ്യാജ റിപ്പോർട്ടാണ്, വെറുതെ പടച്ചു വിടുന്നതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് BJP പ്രവർത്തകരായ സത്യസന്ധരായ നിരവധി BJP പ്രവർത്തകർ പാലക്കാടുണ്ട്. അതായത് ഈ മുൻനിരയിലൊന്നും വരാതെ പാർട്ടിക്കെതിരെ പ്രസ്താവനകൾ നടത്താതെ പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടിയിലും ഉള്ളതുപോലെ കോൺഗ്രസിലൊക്കെ നല്ല പ്രവർത്തകരുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവരൊന്നും മുൻനിരയിൽ വരുന്നവരല്ല. പാർട്ടിയെ നിശ്ചിതമായി വിമർശിക്കും, പക്ഷേ പാർട്ടി നന്നാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പരസ്യ പ്രസ്താവന നടത്തി പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കാറില്ല. ഏറ്റവും നല്ല ആളുകളുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയും. കാരണം അടിയുറച്ച് കമ്മ്യൂണിസം നെഞ്ചിലേറ്റി ജീവിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്ത ഗുണം ആ പാർട്ടിയിലെ കുറേ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. അവരും പാർട്ടിയെ നിശ്ചിതമായി വിമർശിക്കും, സർക്കാരിനെ അതിലും നിശ്ചിതമായി വിമർശിക്കും, പക്ഷേ പരസ്യ പ്രസ്താവന നടത്താറില്ല. അതുപോലെ ആളുകൾ BJP-യിലുമുണ്ട്, അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ. അവർക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട, പാർട്ടി വളരുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവർ പറയുന്നതാണ് കൃത്യമായ കാര്യങ്ങൾ. നമുക്കും പരിചയമുള്ള കുറച്ച് പാർട്ടി പ്രവർത്തകർ പാലക്കാട് ഉണ്ടെന്ന് വെച്ചോളൂ.
നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴും തോൽവി വരുമ്പോഴും ഒക്കെ നമ്മളും അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രനെയും സുരേന്ദ്രൻ്റെ പേരാണ് അവിടെ ആദ്യം നിർദ്ദേശിച്ചത്. പാലക്കാട് ഈ രണ്ടു പേർക്കും പാലക്കാട് നിൽക്കാൻ താല്പര്യമില്ലാതെ വന്നപ്പോഴാണ് മൂന്നാമതായി കൃഷ്ണകുമാറിൻ്റെ പേര് നിർദ്ദേശിക്കാനുള്ള അവിടുത്തെ പല കൗൺസിലർമാർക്കും കൃഷ്ണകുമാറിനോടല്ല അവിടെയുള്ള വ്യക്തിപരമായി പല കൗൺസിലർമാർക്കും താല്പര്യക്കുറവ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയായ മിനിമോളോടാണ്. കാരണം പാലക്കാട് ആരെ എങ്ങനെ എവിടെ നിന്ന് പ്രവർത്തിക്കണം, ആരെ അകത്ത് നിർത്തണം, ആരെ പുറത്താക്കണം, ആര് പാർട്ടിക്ക് വേണം, തൻ്റെ കൂടെ നിൽക്കുന്ന ആരെ മുകളിലേക്ക് കൊണ്ടുവരണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് മിനിമോളാണ്. കൃഷ്ണകുമാറിന് അവിടെ റോളില്ല. ആ ഒരൊറ്റ പ്രശ്നത്തിൻ്റെ പേരിലാണ് കൃഷ്ണകുമാറിനോട് കുറേ പാർട്ടി പ്രവർത്തകർക്ക് ഒരു എതിർപ്പ് വന്നത്. എതിർപ്പുണ്ട്, കൃഷ്ണകുമാറിനോട് എതിർപ്പുണ്ട് എന്ന് വെച്ചിട്ട് കൃഷ്ണകുമാറും കൂടിയാണ് പാലക്കാടിൽ പാർട്ടിയെ വളർത്തിയത് എന്ന് മറക്കാതിരിക്കുക. കൃഷ്ണകുമാറിൻ്റെ കൂടി സ്വാധീനമുണ്ട് പാലക്കാട് പാർട്ടി വളരാൻ എന്നുള്ളതാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രന് താല്പര്യമുള്ള ആളല്ല കൃഷ്ണകുമാർ. അതാണ് എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധാരണകൾ. അതാണ് സുരേന്ദ്രന്റെ നോമിനിയാണ് കൃഷ്ണകുമാർ. അതൊക്കെ വെറുതെ പറഞ്ഞു വരുത്തുന്നതാണ്. സുരേന്ദ്രൻ ഇപ്പൊ നവ്യ ഹരിദാസ് തോറ്റയിലും സുരേന്ദ്രന് പങ്കെന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാണ്. സുരേന്ദ്രൻ ആ പദവിയിൽ ഇരിക്കുമ്പോൾ ആ തോൽവിയുടെ ഉത്തരവാദിത്വം സുരേന്ദ്രനാണ്. ചേലക്കരയിൽ BJP തോറ്റതില്ല. പക്ഷേ ചേലക്കരയിൽ സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെയാണ് ചേലക്കരയിൽ BJP 10,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ചതും. അപ്പോൾ ഒരു അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളെ നമുക്ക് നിശ്ചിത വിമർശിക്കാം, മാധ്യമങ്ങൾക്ക് വിമർശിക്കുമ്പോൾ ഈ ചേലക്കരയിൽ രമ്യ ഹരിദാസ് തോറ്റപ്പോൾ സുരേന്ദ്രന്റെ സുധാകരന്റെ നെഞ്ചത്ത് ചെന്ന് കയറാത്തത് എന്താ? VD സതീശന്റെ നെഞ്ചത്ത് ചെന്ന് കയറാത്ത ബൈക്കും കൊണ്ട് ആലത്തൂരിൽ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിക്കുമെന്ന് കോൺഗ്രസ് വിചാരിച്ചിരുന്നല്ലോ. ദിവസങ്ങളിൽ അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാവുമായിരിക്കും. ഒരിക്കലുമില്ല, ഒരു തരത്തിലും ഉണ്ടാവില്ല. പ്രധാന രണ്ട് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച അർപ്പിച്ച മണ്ഡലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കോൺഗ്രസും രണ്ടുപേര് രാഹുൽ മാങ്കൂട്ടത്തിലും സി കൃഷ്ണകുമാറും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം. അപ്പൊ ആദ്യമായിട്ട് വരേണ്ട റിപ്പോർട്ട് ഇതിന്റെ റിപ്പോർട്ട് അല്ല. വയനാട് BJP കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നതാണ്. BJPക്ക് വയനാട് പ്രതീക്ഷിക്കാം. വയനാട് പ്രിയങ്ക ഗാന്ധി തന്നെ ജയിക്കും എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വയനാട് 2ാം സ്ഥാനത്തേക്ക് BJP വരുമെന്ന് BJPക്ക് പ്രതീക്ഷിക്കാം. കാരണം സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നപ്പോൾ 2ാം സ്ഥാനത്ത് വന്ന ആളാണ്. അത്യാവശ്യം നല്ല വോട്ടും അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഈ എഴുതി പറയുന്ന മാധ്യമങ്ങൾ ആദ്യം പറയേണ്ടത് എന്താണ്? കേന്ദ്ര റിപ്പോർട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ധന്യ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം കള്ളമാണെന്ന്. ഇത് ഞാനൊരു കൃഷ്ണകുമാറിനെ കാട്ടിയും പാലക്കാട്ട് നല്ല സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു. ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് നല്ല ആറ്റിങ്ങല്, ആലപ്പുഴ, പാലക്കാട്, വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു മത്സരിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. എവിടെ നിന്നാലും ശോഭാ സുരേന്ദ്രൻ വോട്ടിംഗ് ശതമാനം കൂട്ടാറുണ്ട്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വോട്ടിംഗ് ശതമാനം എത്ര ശതമാനമാണ് കൂട്ടിയത്? വി മുരളീധരൻ 2ാം സ്ഥാനത്ത് എത്താനുള്ള കാരണത്തിൽ ഒരു വലിയ പങ്ക് ശോഭാ സുരേന്ദ്രനുണ്ട്. ആലപ്പുഴയിൽ, പാലക്കാട് ഒക്കെ ശോഭ എന്ന് പറയുന്നത് ശോഭ ഒരു പെൺപുലിയാണ്. അത് മാറ്റി ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പെൺപുലി എന്തുകൊണ്ട് അവിടെ നിർത്തിയില്ല? പാലക്കാട് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. വ്യക്തി സ്ഥാനാർത്ഥിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ, പാർട്ടി നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇല്ല, പാർട്ടി നിശ്ചയിക്കുന്നതിനപ്പുറം പാർട്ടി നിശ്ചയിക്കുക എന്നുള്ളതാണ്. താല്പര്യമില്ലെങ്കിലും ഈ രാജീവ് ചന്ദ്രശേഖരനടക്കം തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല, പക്ഷെ പാർട്ടി പറഞ്ഞു ഞാൻ മത്സരിച്ചു എന്നാണ് പറഞ്ഞത്. അതേപോലെ ശോഭാ സുരേന്ദ്രനെ ഏറ്റവും വിജയ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആരാണെന്ന് പാർട്ടിക്ക് മനസ്സിലാക്കിയിട്ട് ശോഭാ സുരേന്ദ്രനെ നിർത്താമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞതല്ലേ. നമ്മൾ പാർട്ടിയോട്, അമിത്ഷായോടോ മോദിയോടോ JP നദ്ദയോടോ ചെന്ന് ചോദിച്ചിട്ടുണ്ടോ രാജീവ് ചന്ദ്ര എന്തിനാണ് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, ഒരു പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് നമ്മളിവിടെ ഇരുന്ന് കേന്ദ്രം ഒരുപക്ഷെ കേന്ദ്രത്തിൽ ഈ റിപ്പോർട്ട് കിട്ടിയോ എന്ന് പോലും നമുക്കറിയില്ല. വെറുതെ ഇരുന്ന് ഇവിടെ 2 പക്ഷ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ BJPക്കാരിയാക്കി മുഖ്യമന്ത്രി അവൾ സംഖ്യയാണെന്ന് പറയും. ഗൗതമിനെ ഏതോ രീതിയിൽ ഗൗതം തന്നെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരെ കുറിച്ച് വിമർശിക്കുകയും ചെയ്യും, നല്ലത് പറയുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ പറയുമ്പോൾ പൊതുവെ എന്നെ സംഘി മാധ്യമ പ്രവർത്തകയാക്കി മുദ്ര കുത്തും. ഇവിടെ 2 പക്ഷ മാധ്യമ പ്രവർത്തകരേ ഉള്ളൂ, ഇടതുപക്ഷവും വലതുപക്ഷവും.
ഇവിടെ BJP മാധ്യമപ്രവർത്തകർ വിരലിൽ എണ്ണാവുന്ന 1-2 പേരേ ഉണ്ടാവും, പ്രത്യേകിച്ച് ജനത്തിലിരിക്കുന്നവരും അല്ലെങ്കിൽ ജന്മഭൂമിയിൽ ജോലി ചെയ്യുന്നവരും. മറ്റ് സ്ഥാപനങ്ങളിൽ പേരിന് രാഷ്ട്രീയം പുറത്തു പറയാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെന്നൊക്കെ പറഞ്ഞ് കയറിയ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. നമ്മൾ ഈ ഒരു പാർട്ടികളിലെയും ഇപ്പോൾ CPM-ന്റെ അവലോകന യോഗം കൂടുന്നു, അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? പിണറായിയെ നിശ്ചിതമായി ചിലപ്പോൾ വിമർശിക്കുന്നവരുണ്ടാകാം, പിണറായി കാരണമാണ് തോൽക്കുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്നവരുണ്ടാകാം, പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് പറയുന്നവരുണ്ടാകാം. ഇതൊക്കെ ഒരു പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പാർട്ടിക്കകത്ത് നടക്കുന്ന പല കാര്യങ്ങളും റിപ്പോർട്ടുകളായിട്ട് നേരത്തെ പുറത്തു വന്നിട്ടില്ലേ? സത്യസന്ധമായ റിപ്പോർട്ടുകളാണെങ്കിൽ നമുക്കത് ഇവിടെ തോൽവിക്ക് കാരണം ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ളൊരു റിപ്പോർട്ട് ശോഭാ സുരേന്ദ്രനുമായിട്ട് അനുകൂലിക്കുന്ന ഒരുപാട് കൗൺസിലർമാരുണ്ട്. ഇത്തരം കൗൺസിലർമാർ കൃഷ്ണകുമാർ മത്സരിക്കുന്നതിൽ അവർക്ക് ചില എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പ്രചരണത്തിനൊന്നും അവർ കൃത്യമായിട്ട് അവിടെ ഇടപെട്ടിട്ടില്ല, പ്രത്യേകിച്ചും നഗരസഭയിൽ. അതുപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിൽ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് മാത്രമല്ല ഈ റിപ്പോർട്ടിൽ പറയുന്നത്, കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് ഒരുപാട് മറിച്ചിട്ടുണ്ട് മറ്റു പാർട്ടികൾക്ക് എന്നുള്ളൊരു കാര്യം പറയുന്നത്. കാരണം അവിടെ സന്ദീപ് വാര്യർ ഫാക്ടർ വലിയ രീതിയിൽ അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ കൗൺസിലർമാരൊക്കെ സന്ദീപ് വാര്യർ പോയപ്പോൾ സന്ദീപ് വാര്യരുടെ പുറകെ പോവാൻ നിന്നവരാ. സന്ദീപ് വാര്യർക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ വെറുപ്പിന്റെ ഒരു വലിയ നിലനിൽപ്പ് വെറുപ്പുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർക്കെതിരെ ഒരു വലിയ പ്രചാരണം, ഈ വെറുപ്പിന്റെ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ ഒരു വിഭാഗം തിരിഞ്ഞു. അത് കണ്ടിട്ടാണ് MLA-മാരൊക്കെ മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. സന്ദീപ് വാര്യർ പോയപ്പോൾ പുറകെ പോകാൻ കുറേ പേരുണ്ടായി. അതിപ്പോൾ ഏത് പാർട്ടി, BJP-യിലായാലും കോൺഗ്രസിലായാലും CPM-ലായാലും പോകാനുള്ളവർ പോകും, വരാനുള്ളവർ വരും. പക്ഷേ ഇത്തരം റിപ്പോർട്ടുകൾ അതെവിടെ നിന്ന് വന്നു, എങ്ങനെ നിങ്ങൾക്ക് കിട്ടി? ശോഭാ സുരേന്ദ്രന്റെ പേര് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ശിവരാജന്റെ പേര് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കെ സുരേന്ദ്രനെ മാറ്റുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഈ തോൽവിക്ക് പൂർണ്ണ ഉത്തരവാദിത്വം തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കുമെന്ന് സുരേന്ദ്രൻ തന്നെയാണ് പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പോലും അദ്ദേഹം മാറി നിൽക്കണമെന്നുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് തന്നെയൊക്കെ അഭിപ്രായമുണ്ടോ? എനിക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. നേതൃപാഠം ഇല്ലാത്ത ഒരാളാണ് പിന്നെ സുരേന്ദ്രൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നേതൃപാഠം എന്ന് വെച്ചാൽ എല്ലാവരെയും ഒത്തൊരുമിച്ച്, അതായത് എല്ലാ പാർട്ടിയിലും ഉൾപ്പോര് പ്രശ്നങ്ങളും ഭിന്നിപ്പുകളും വിയോജിപ്പുകളും പുഴുക്കുത്തുകളും ഒക്കെ ഉണ്ടാകും. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നടക്കുന്ന കാര്യവുമല്ല. എങ്കിലും ഒരു പരിധി വരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു അധ്യക്ഷന് ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾ ശ്രമിക്കണം എന്നുള്ളത്. അധ്യക്ഷന് നേതൃപാഠവുമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ അവിടെ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല. ഇത് രണ്ടും തന്നെ അംഗീകരിക്കുന്നു. നേതൃപാടവം സുരേന്ദ്രൻ ഇല്ല എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. അത് കരുതി സുരേന്ദ്രൻ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഞാൻ പറയുന്നില്ല. C. കൃഷ്ണകുമാർ വരുത്തനല്ല, പാലക്കാട്ടുകാർക്ക് അഭികാമ്യനായ ഒരാളായിരുന്നു, ഒരു പരിചിത മുഖമാണ്. സ്വാഭാവികമായും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാകും പാലക്കാട് ഒരു വരുത്തനെ കൊണ്ട് നിർത്തുന്നതിലും അപ്പുറം സുപരിചിതരായ ഒരാളെ നിർത്തിയാൽ കുറച്ചുകൂടി വോട്ട് കിട്ടുമെന്നുള്ളതോ അല്ലെങ്കിൽ ജയിക്കുമെന്നുള്ളതോ പ്രതീക്ഷ പാർട്ടി വച്ചിട്ടുണ്ടാകും. പക്ഷേ C. കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളിലും അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകളുമൊന്നും കേന്ദ്രം വലിയ രീതിയിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാകില്ല. അതുവഴി കിട്ടിയ ചില വീഴ്ചകളായിരിക്കാം പാലക്കാട് തോൽവിക്ക് കാരണം. അവിടുത്തെ അധ്യക്ഷ പ്രമീള ശശിധരൻ പോലും പറയുന്നുണ്ട് C. കൃഷ്ണകുമാർ ഒരു നല്ല സ്ഥാനാർത്ഥിയല്ല. അങ്ങനെ പല നേതാക്കളെ, ഇപ്പം സന്ദീപ് വചസ്പതിയെ പോലുള്ളൊരു നേതാവ് വളരെ ഭംഗിയായിട്ട് പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തിനെ പോലുള്ള നേതാവ് ഈ തോൽവിക്ക് ശേഷം ഫേസ്ബുക്കിൽ വന്നിട്ട് എന്താണ് എഴുതിയത്? പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പം ആകപ്പാടെ ഒരു അടിപിടിയുടെ ഒരു ഗ്രൂപ്പ് തഴക്കം ഇപ്പോൾ തന്നെ BJP-യിൽ ഉടലെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഏത് റിപ്പോർട്ട് വന്നാലും റിപ്പോർട്ട് വന്നില്ലെങ്കിലും എന്തായാലും ഈ റിപ്പോർട്ടിന്റെ ശരിയായ പകർപ്പ് പുറത്തു വരട്ടെ. ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമോ അടുത്ത അധ്യക്ഷ സ്ഥാനം വഹിക്കുക എന്നും നമുക്ക് തീർച്ചയായിട്ടും ഒരു പെണ്ണ് എല്ലാത്തിൻ്റെയും നിരയിൽ ഇപ്പോൾ KPCC അധ്യക്ഷനെ ഒരു പെണ്ണ് വരട്ടെ, പിന്നെ LDF-ന്റെ കൺവീനറായി കൺവീനർ അല്ലല്ലോ, സംസ്ഥാന സെക്രട്ടറിയായി ഒരു പെണ്ണ് വരട്ടെ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി ഒരു പെണ്ണ് വരട്ടെ. പെണ്ണുങ്ങൾ വരട്ടെ. എന്തിനാണുങ്ങൾ ആണാധിപത്യം മാത്രം വെച്ച് പുലർത്തുന്നു? പെണ്ണുങ്ങൾ വന്ന് പാർട്ടിയെ മാറ്റാൻ കഴിയുമെങ്കിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം വരട്ടെ, സ്ത്രീകൾക്ക് മുൻഗണന വരട്ടെ, അവർ അധികാരങ്ങൾ അവരും കയ്യേറട്ടെ, അവരും പ്രവർത്തിച്ചു തുടങ്ങട്ടെ, അവരും നേതൃത്വത്തെ നയിക്കട്ടെ. അപ്പോഴല്ലേ മാറ്റങ്ങൾ ഉണ്ടാകുള്ളൂ. ഈ ആണുങ്ങൾ തന്നെ ഇത് പിടിച്ചു വെക്കണം, ആണുങ്ങൾ തന്നെ ഇത് കൊണ്ടുപോകണമെന്നവരോട് എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവരൊക്കെ വരട്ടെ. ശോഭാ സുരേന്ദ്രനെ പോലെ ഉള്ളവർ എല്ലാ പാർട്ടിയിലും ഉണ്ടാകട്ടെ. എല്ലാ പാർട്ടിയും വളർന്ന് വലുതാകട്ടെ. പുഴുക്കുത്തുകളൊക്കെ അവസാനിക്കുന്നത് വരെ എല്ലാ പാർട്ടിക്കും ചീത്തപ്പേരുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്തായാലും BJP-ക്ക് ഉള്ളിലെ പുഴുക്കുത്തുകൾ ആരൊക്കെയാണെന്ന് അവർ തന്നെ പരിശോധിച്ച് കണ്ടെത്തട്ടെ.